നമസ്കാരം. പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടൊരു കുറുക്കുകളാണ് തയ്യാറാക്കാൻ പോണത്. അതിനായിട്ട് ഒരു വലിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരൽപ്പം കറിവേപ്പില. ഇനി ഇതൊന്ന് വേവാനായിട്ട് 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് കല്ലുപ്പ്. ഇനി ഇതൊന്ന് ഇളക്കി വേവിപ്പിക്കാം. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനെ ചേർക്കാനുള്ള അരപ്പും തയ്യാറാക്കാം. ഇതിൻ്റെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ചാറ് കഴുകി ഒരല്പം വെള്ളം ചേർക്കണം കേട്ടോ. ഇനി ഈ തേങ്ങ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്തുള്ള തേങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് 2 കപ്പ് കട്ട തൈര് നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്താണ്, അത് കൂടി ഒഴിച്ചോളൂ. തൈര് ചേർത്ത് തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂട് കയറി കിട്ടിയാൽ മതി കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വേവിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് നുരിയും പതയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണേ. ചൂടായ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 4 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത്, 3 വറ്റൽമുളക്, ഒരൽപ്പം കറിവേപ്പില. ഉള്ളി മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് ചേർക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ നേന്ത്രപ്പഴം കൊണ്ടുള്ള കുറുക്കുകളും തയ്യാറായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, എന്താ രുചി. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതുപോലെ നേന്ത്രപ്പഴം കൊണ്ടൊരു കുറുക്കുകളും തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ.